Hello, welcome to my YouTube channel. രണ്ടാഴ്ചയായിട്ട് ഞാൻ മിസ്സിംഗ് ആയിരുന്നു. മിസ്സിംഗ് ഇൻ ദ സെൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടന്നു. ഇപ്പോഴാണ് ഒന്ന് ബാക്ക് ടു റുട്ടീൻ ആയത്. ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ചയാണ് സാധാരണ ചെയ്തിട്ട് ഞാൻ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, കുറേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുക, അങ്ങനെയൊക്കെ ചെയ്യണ ഒരു ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഞായറാഴ്ച കംപ്ലീറ്റ്ലി റെസ്റ്റ്, അങ്ങനെയാണ് എൻ്റെ റുട്ടീൻ പോണത്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു, ഇപ്പോൾ കാനഡയിൽ ഒരു പുതിയ നിയമം വന്നു 2 മാസത്തേക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ കുറേ സാധനങ്ങൾ, മീൻസ് ഗ്രോസറീസ്, ക്ലോത്തിങ് കാര്യങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾക്കൊന്നും ഇനി ടാക്സ് ഇല്ല 2 മാസത്തേക്ക്. അപ്പൊ നമ്മളത് മുതലെടുക്കണമല്ലോ, നമ്മൾ ഇത്ര നാൾ ടാക്സ് കൊടുത്തല്ലോ. അപ്പൊ ഇനി 2 മാസം ടാക്സ് ഇല്ലാണ്ട് ഇതാക്കാം. അപ്പൊ രാവിലെ തന്നെ പോയിട്ട് പഞ്ചസാരയും പാലും വാങ്ങിച്ച് ടാക്സ് ഇല്ലാണ്ട് പഞ്ചസാരയും പാലും കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അപ്പൊ ഇന്ന് പുട്ടുണ്ടാക്കി നമുക്ക് തുടങ്ങാം. ഞാനിപ്പോ ഇതേ ഒരു പുട്ടുപൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ പുട്ടുണ്ടാക്കി ബ്രഞ്ച് ആയിട്ടാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ല. സാറ്റർഡേസ് ഒക്കെ ഞാൻ ഉച്ചയ്ക്കാണ് എണീക്കാറ്. അപ്പൊ ഇന്ന് ബ്രഞ്ച് ആയിട്ട് കഴിക്കാൻ പോകണം. അപ്പൊ പുട്ടും പഴവും പിടിച്ചൊരു അസല് പിടിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ കൂട്ടുകാരിലേക്ക് ഷിഫ്റ്റ് കഴിയും. അപ്പോഴത്തേക്കും ഒന്ന് പോയി ഷോപ്പ് ചെയ്യാന്നുള്ളത്. കാരണം വിന്റർ ആണ്. എനിക്ക് വിന്റർ ക്ലോത്ത്സ് പഴയതൊക്കെ ടൈറ്റ് ആയതല്ല, ഞാൻ വണ്ണം വെച്ചു. അപ്പോ എനിക്ക് പുതിയൊരു വിന്റർ ഡ്രസ്സുകളൊക്കെ നോക്കണം, എടുക്കുമെന്ന് അറിയത്തില്ല. ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അതൊഴികെ ബാക്കി എല്ലാം വാങ്ങിച്ചിട്ടാണ് ഞാൻ വരാറ്. അപ്പോ പോയി നോക്കണം. ഇപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പൊ പുട്ടുണ്ടാക്കി കഴിഞ്ഞു, ഞാൻ കുളിയും കഴിഞ്ഞു. ഇനി പുട്ടും കഴിക്കുക, പിന്നെ റെഡി ആവുക, പിന്നെ ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ, അപ്പൊ ഇനി പുട്ട് കഴിക്കാം. അപ്പൊ ഞാൻ റെഡിയായി, ഷോപ്പിങ്ങിന് പോകാനായിട്ട് റെഡിയായി. ഇപ്പോൾ ഇവിടെ സമയം 2:20 അപ്പോൾ ഇനി പോവാണ്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വേറെ 2 ഫ്രണ്ട്സും കൂടി വരും, 2-3 ഫ്രണ്ട്സും കൂടി വരും. ഇന്ന് നല്ല സണ്ണി ആയിട്ടാണ്, നല്ല വെയിലുണ്ട് പുറത്ത്. പക്ഷെ വെയിൽ മാത്രമേ ഉള്ളൂ, നല്ല തണുപ്പാണ്. ഇപ്പോൾ ഇവിടെ വിന്റർ ടൈമാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു ജാക്കറ്റും കൂടി ഇട്ടിട്ട് ഇനി ഷോപ്പിങ്ങിന് പോവാം. ഷോപ്പ് ചെയ്യാൻ വന്നേക്കണം. ഇവിടുത്തെ മിക്മെക് മോൾ എന്ന് പറഞ്ഞ മോളിലാണ് വന്നേക്കണത്. അപ്പോൾ നമ്മളിതേ വിന്നേഴ്സിൻ്റെ മുമ്പിൽ നമുക്ക് വിന്നേഴ്സിന് തുടങ്ങാം. നല്ല തണുപ്പത്ത് കുഴപ്പമില്ല, നല്ല വെതർ, ചൂടും ഒരു കാറ്റൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കയറി നോക്കാം. ഓക്കെ, കിഡ്സിൻ്റെ സെക്ഷനിലാന്ന് തോന്നുന്നു നോ ടാക്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങാൻ പോവാം. 2 പേര് വന്നിട്ടുണ്ട്. അവർ അറിഞ്ഞിട്ടില്ല ഞാനിവിടെ ഉള്ളത്. നോക്കട്ടെ, അവർ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിന്നേഴ്സിലാണെന്നാണ് പറഞ്ഞത്, പക്ഷെ അറിയില്ല. ഒന്ന് പോയി പരിചയപ്പെടാം. എക്സ്ക്യൂസ് മീ, എന്താടാ? ഹലോ, പിടിക്കപ്പെട്ടു. നിങ്ങൾ എങ്ങോട്ടേക്കാണ് നടക്കണമെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു, എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ കുറേ ഇങ്ങനെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കലും കുറേ ഇങ്ങനെ, ഇപ്പോൾ ഗ്രാൻഡ് പാരൻസും പിന്നെ കുറേ പിള്ളേരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുക്കലൊക്കെ ഉണ്ട്. ഉണ്ടോ? നൈസല്ലേ, രസമുണ്ട്. നോക്കാം, ഇതിന് നമ്പേഴ്സ് നിന്ന് നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. നോക്കട്ടെ, നൈസല്ലോ. കഴിഞ്ഞ ക്ഷീണിച്ച് ഫുഡ് കഴിക്കണം. വിശക്കണ്ടോ ചേട്ടാ? വിശക്കണ്ടോ? ഫുഡ് കിട്ടി. ഞാൻ കുറച്ച് മട്ടൻ ബിരിയാണിയും കുറച്ച് ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യാന്നുള്ളൂ. ഇത് മട്ടനാണ്, ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യണം. പിന്നെ നല്ല മുട്ടയുണ്ട്. പിന്നെ ഇത് എന്താ ഡേറ്റ്സാ, ഡേറ്റ്സിൻ്റെ അച്ചാറ്, നല്ല സർലസ്. ഇത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കുറച്ച് സാലഡ് എടുക്കുക. മട്ടൻ നല്ല ജ്യൂസി ആയിട്ടുള്ള മട്ടൻ, നല്ല ടെൻഡറാണോ. നല്ല ഇഷ്ടപ്പെട്ടോ? ഞാൻ ചിക്കൻ ബിരിയാണി അവന് മുട്ട കിട്ടിയില്ല. ചെടിക്ക് മുട്ട കിട്ടില്ല. നമ്മൾ മുട്ട അടുത്ത് പറയാൻ പോവാണ്. അപ്പം അതിനുള്ളൂ, ഞാനും കൊതിപ്പിക്കുന്നില്ല. ഓക്കെ ഗൈസ്, ഇന്നത്തെ അപ്പോൾ അതിൻ്റെ പേര് സമയം ഷോപ്പിങ്ങിന് പോയി, എല്ലാം പോയി. ഇന്നത്തെ ഡേ സൈൻ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. അതുവരെ എല്ലാവർക്കും